നമസ്കാരം, ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. സ്പേസ് എക്സ് ലിസ്റ്റിംഗിന് ശേഷമുള്ള ആദ്യത്തെ ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഹോങ്കോങ് ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക് ടു വീക്ക് ജാപ്പനീസ്, സൗത്ത് കൊറിയൻ ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഡൗ ജോൺസ് ഇൻഡെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതേസമയം മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ അമേരിക്കയിലും സൗത്ത് കൊറിയയിലും ജപ്പാനിലൊക്കെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം സോഫ്റ്റ്വെയർ സർവീസസ് രംഗത്തുള്ള സ്റ്റോക്കുകൾ വളരെ താഴെയാണ് വീക്ക് ടു വീക്ക് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അക്സെഞ്ചറിന്റെ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷമുള്ള ഗൈഡൻസ്, അതുപോലെ തന്നെ അക്സെഞ്ചറിന്റെ ഓർഡർ ബാങ്കിങ്ങിലുണ്ടായിട്ടുള്ള കുറവാണ് പൊതുവെ സോഫ്റ്റ്വെയർ സർവീസസ് രംഗത്തുള്ള സ്റ്റോക്കുകളിൽ ഒരു സെല്ലിംഗ് പ്രഷർ അമേരിക്കയിൽ വ്യാഴാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള. വെള്ളിയാഴ്ച അമേരിക്ക മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. വ്യാഴാഴ്ചയിലത്തെ സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. ഇൻഫോസിസ്, ടി സി എസ്, വിപ്രോ, എച്ച് സി എൽ ടെക് ഈ ഓഹരികളൊക്കെ താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലത്തെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. വീക്ക് ടു വീക്ക് ബെറ്റർ ആണ്. സോഫ്റ്റ്വെയർ സർവീസ് രംഗത്തുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റ് സെക്ടർ സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ പ്ലാറ്റിനം, ഈ കമോഡിറ്റികളൊക്കെ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം US ഫെഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. US ഫെഡിന്റെ ചെയർമാൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കെവിൻ വാർഷാണ് പുതിയ US ഫെഡ് ചെയർമാൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ട് മടിക്കില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതിന്റെ ഒരു നെഗറ്റീവ് റിയാക്ഷനാണ് ഗോൾഡ് പ്രൈസിൽ കണ്ടത്. വീക്ക് ടു വീക്ക് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം പ്രൈസസ് ഒക്കെ താഴെയാണ്. $4154.2 പെർ ഔൺസിനാണ് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിൽവർ $64.71 പെർ ഔൺസിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മറ്റു കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോപ്പർ, സിങ്ക് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. അതേസമയം അലുമിനിയം, ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സെറ്റിൽ ആവുകയാണെങ്കിൽ ഈ രണ്ട് കമോഡിറ്റികളെ സംബന്ധിച്ച് നെഗറ്റീവ് ആണ്. പ്രത്യേകിച്ച് ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ വരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ റുപ്പിയുടെ കാര്യത്തിലും കഴിഞ്ഞ ആഴ്ചയിലുണ്ട്. 94.4 രൂപ പെർ ഡോളറിനാണ് റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം RBI റീസെന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള റിഫോം മെഷേഴ്സ്, വലിയ രീതിയിലുള്ള ബോണ്ട് ഇൻഫ്ലോ ആണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം RBI വീണ്ടും ധാരാളം മെഷേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് NRI ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിഫോം മെഷേഴ്സിന്റെ ഇമ്പാക്റ്റ് റുപ്പിയുടെ കാര്യത്തിൽ അടുത്ത മാസങ്ങളിലും കാണാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. മറിച്ച് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം വലിയ രീതിയിൽ വഷളായി വീണ്ടും ഗ്ലോബലി വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് കുറച്ച് പ്രഷറൊക്കെയാണ്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വേസ്റ്റ് സെയിംസ് ഓവറാണ്. Q1 അഡ്വാൻസ് ടാക്സ് ഫിഗർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് കളക്ഷൻ 16.1% Q1 വന്നിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ Q1 റിസൾട്ടുകൾ, കോർപ്പറേറ്റ് റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആയിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. Q4 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ന്യൂസുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. ഒപ്പം ഇന്ത്യ UK കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡിംഗ് അഗ്രിമെന്റ് ജൂലൈ 15 മുതൽ നിലവിൽ വരികയാണ്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പാരൽ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഈ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിലും പ്രകടമായിരിക്കും. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസുകൾ. ഇനി ഇന്ത്യൻ എക്കണോമിനെയും ഗ്ലോബൽ എക്കണോമിനെയും ഒരു പക്ഷേ ഈ വർഷവും അടുത്ത വർഷമൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത് സൂപ്പർ എൽനിനോ. ഈ വർഷത്തെ എൽനിനോ, സൂപ്പർ എൽനിനോ വളരെ സ്ട്രോങ് ആയിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് എൽനിനോ, ഇത്തരത്തിലുള്ള സൂപ്പർ എൽനിനോ ഉണ്ടായിട്ടുള്ളത് 2015-2016 ഇയേഴ്സിലാണ്. അറൌണ്ട് $8 ട്രില്യൺ വർത്ത് എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് പല സെക്ടേഴ്സിലും ആ വർഷങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള. അഗ്രികൾച്ചർ രംഗത്ത്, മൈനിങ് രംഗത്ത്, ഈ രംഗത്തൊക്കെ ഡിസ്റപ്ഷനും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഓവറോൾ ഒരു പ്രൈസ്
റൈസിന് ഇത് കാരണമാക്കും, ഇൻഫ്ലേഷൻ കൂട്ടാനായിട്ട് ഇത് കാരണമൊക്കെ ആക്കും. അപ്പോൾ സൂപ്പർ എൽനിനോ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഓൾറെഡി ഇപ്പോൾ നമ്മുടെ മൺസൂൺ പ്രതീക്ഷിച്ച രീതിയിലല്ല മൺസൂണിൻ്റെ വരവ്, മൺസൂൺ ഡെഫിസിറ്റാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ഒരു പക്ഷേ ഇന്ത്യൻ എക്കണോമിയിലെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഇത്തരത്തിലുള്ള ന്യൂസുകളെല്ലാം തന്നെ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും അഗ്രികൾച്ചർ റിലേറ്റഡ് രംഗത്തൊക്കെ ഇതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഒപ്പം വാട്ടർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം വാട്ടർ സ്കേഴ്സിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും കമ്പനികളൊക്കെ മോഡേൺ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം അത്തരത്തിലുള്ള ടൂളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള കമ്പനികൾ അപ്രോച്ച് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ശക്തി പമ്പ്സ്, ഓസ്വാൾ പമ്പ്സ്, എൻവിറോ ഇൻഫ്ര, വിയടെക് വാബാഗ്, ജെയിൻ ഇറിഗേഷൻ, അതുപോലെ തന്നെ പൈപ്പുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന അസ്ട്ര ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ എൽനിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതേസമയം കോപ്പർ, അലുമിനിയം ഒക്കെ മൈനിങ് ഒക്കെ പല രാജ്യങ്ങളിലൊക്കെ തടസ്സപ്പെട്ടേക്കാം. അപ്പോൾ ഈ കമ്മോഡിറ്റികളിലൊക്കെ പ്രൈസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ രംഗത്തുള്ള പ്രൊഡക്ഷൻ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം അലുമിനിയം, കോപ്പറൊക്കെ കൺസ്യൂം ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. അപ്പോൾ എൽനിനോ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ള ഒരു മേജർ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. എൽനിനോ സൂപ്പർ എൽനിനോ ആവുകയാണെങ്കിൽ അത് ഗ്ലോബലി ബാധിക്കും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയിലും ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി നമ്മൾ മറ്റ് കോർപ്പറേറ്റ് റിലേറ്റഡ് കമ്പനികളുടെ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഭാരത് ഫോർജ് 425 കോടി രൂപ ഓർഡർ ബാഗ് എത്തിയിട്ടുണ്ട്. ഡിഫൻസിൽ നിന്നുള്ളൊരു ഓർഡറാണ്, പോസിറ്റീവ് ന്യൂസാണ്. GRSE നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചിട്ടുണ്ട്, വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഷിപ്പ് ബിൽഡിംഗ് രംഗത്തുള്ള ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് ആയിരുന്നു, കമേഴ്ഷ്യൽ സെക്ടറിലേക്കും കൂടി എൻട്രി ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായിട്ട് ന്യൂസാണ്. BHEL കോൾ ഇന്ത്യ കൺസോർഷ്യം 25,000 കോടി രൂപയാണ് ഒഡീസയിലെ കോൾ ഗ്യാസിഫിക്കേഷൻ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ് കോൾ ഇന്ത്യനെ സംബന്ധിച്ചും BHELനെ സംബന്ധിച്ചും. ലോങ് റണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ്സ് റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. AI ടൂളുകൾ കൂടുതലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. സർവീസ് ഓറിയൻറ്റഡ് കമ്പനിയും കൂടിയാണ് റൈറ്റ്സ്. സൺ ഫാർമ ഇന്നോവ കെയർ എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. സൺ ഫാർമ കണ്ടിന്യൂസ് ആയിട്ട് നല്ല കമ്പനികളെ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സൺ ഫാർമയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വോൾട്ടാസ് 1 മില്യൺ AC മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തിരിക്കുകയാണ് ഈ വർഷം. വോൾട്ടാസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. എൽനിനോ വരുന്നതും വോൾട്ടാസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ മൺസൂൺ ഡെഫിസിറ്റ്, തീർച്ചയായിട്ടും മൺസൂൺ കുറയുമ്പോൾ ചൂടൊക്കെ കൂടും, അപ്പോൾ AC കൺസപ്ഷനൊക്കെ കൂടും. അപ്പോൾ വാട്ടർ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ AC കൺസ്ട്രക്ഷൻ രംഗത്തുള്ളൊരു കമ്പനിയും കൂടിയാണ് വോൾട്ടാസ്. വോൾട്ടാസിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. RVNL 2,977 കോടി രൂപയുടെ ഓർഡർ NMDCയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. ധാരാളം ഓർഡേഴ്സ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ്. റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. മൾട്ടിപ്പിൾ സെക്ടേഴ്സിലുള്ള ഓർഡേഴ്സാണ് കയ്യിലുള്ളത്. RVNLനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. നോളജ് മറീൻ എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡ് 10 ഫെറികൾക്കുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ ക്യാപിറ്റലുള്ളൊരു കമ്പനിയാണ്. ഈ രംഗത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കമ്പനിയാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ഈ ഓർഡർ ബാഗിങ്ങിൽ നിന്ന് നമ്മൾ ഈ കമ്പനിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡാൽമിയ ഭാരത് 4,000 കോടി രൂപ സ്പെൻഡ് ചെയ്യാണ്. കപ്പാസിറ്റി എക്സ്പാൻഷനാണ്. 130 മില്യൺ ടൺ പെർ ആനം 2031 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സ്പെൻഡിങ് ആണ്. നല്ലൊരു സിമെൻറ്റ് മേക്കറാണ് ഡാൽമിയ. നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഈ ന്യൂസ് ഡാൽമിയ ഭാരതിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം നമ്മൾ IPO സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ SME IPOയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ക്ലേ ക്രാഫ്റ്റ് 103.06 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഈ ആഴ്ചയിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമ്മൾ സജസ്റ്റ് ചെയ്ത ഏവിയൻസ് ബയോമെഡിക്കൽസ് ലിമിറ്റഡ് 208 ആണ് അപ്പർ പ്രൈസ് ബാൻഡ്. NSE SMEയിലാണ് 600 ആണ് ഒരു ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. ഓൾറെഡി 43.7 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നാളെയാണ് ലാസ്റ്റ് ഡേ. നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ വീണ്ടും കൂടാനുള്ള സാധ്യതയുള്ള ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡിൽ 2 IPOs വരുന്നുണ്ട്. അദ്വിത് ജുവൽസ് 138 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 23-ാം തീയതി ഓപ്പൺ ചെയ്ത് 25-ാം തീയതി ക്ലോസ് ചെയ്യും. ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു
ജുവലറി IPO ആണ്. CSM ടെക്നോളജീസ് IoT രംഗത്തുള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ധാരാളം ഓർഡേഴ്സ് കയ്യിലുള്ളൊരു കമ്പനിയും കൂടിയാണ്. 113 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്, 10 ഫേസ് വാല്യൂ. 24 തീയതി ഓപ്പൺ ചെയ്ത് 29 തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ IPOസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഇനി NSEയുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് സെബിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഫയൽ ചെയ്തിരുന്നു. IPO ഡേറ്റ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. സെബിയുടെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം IPO ഡേറ്റ്സ് ഒക്കെ അനൗൺസ് ചെയ്യും. അതോടൊപ്പം തന്നെ ജിയോ പ്ലാറ്റ്ഫോമിൻ്റെ IPO പേപ്പേഴ്സും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ്, ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സും ഫയൽ ചെയ്തിട്ടുണ്ട്. 27 കോടി ഷെയർസാണ് IPO വരുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ. ജിയോ പ്ലാറ്റ്ഫോമിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 8,949.31 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നത്. ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 373.66 ആണ് ബുക്ക് വാല്യൂ വരുന്നത്. നമ്മൾ ഈ കമ്പനിയുടെ ഒരു IPO എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രൈസ് എക്സ്പെക്റ്റേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 35,000 കോടി രൂപയാണ് റേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇത് ശരിയാണെങ്കിൽ IPO പ്രൈസ് ബിറ്റ്വീൻ 1,000 rupees ആൻഡ് 1,300 ആയിരിക്കും. അതായത് 1,000-1,300 രൂപ റേഞ്ചിലുള്ള ഒരു പ്രൈസ് ആയിരിക്കാം ഈ IPOയിലേക്ക് വരാൻ പോകുന്നത്. ഇതിലുള്ള മെറിറ്റ് എന്ന് പറയുന്നത് ജിയോ പ്ലാറ്റ്ഫോമിൽ റിലയൻസ് ഹോൾഡ് ചെയ്യുന്ന 66.43% ആണ്. മെറ്റാ പ്ലാറ്റ്ഫോം 9.98% ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ 7.73% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവരാണ് മേജർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള കമ്പനികൾ ജിയോ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. തീർച്ചയായിട്ടും ഈ IPO വലിയൊരു IPO ആണ്. ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. NSE IPO വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള IPOs വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രഷറൊക്കെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ, സെക്കൻഡറി മാർക്കറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രഷർ കഴിഞ്ഞ ആഴ്ചകളിൽ അമേരിക്കൻ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു. സ്പേസസിന്റെ IPO $75 ബില്യൺ ആണ് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിരുന്നത്. ഓവർ അലോട്ട്മെന്റ് അടക്കം അറൌണ്ട് $83 ബില്യൺ ആണ് റേസ് ചെയ്തത്. ബിഗ്ഗസ്റ്റ് IPO ഇൻ ദ വേൾഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലത്തെ ബിഗ്ഗസ്റ്റ് IPOs ആയിട്ട് മാറാൻ സാധ്യതയുള്ള IPO ആണ് NSEയുടെ IPO. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ജിയോ പ്ലാറ്റ്ഫോമിന്റെ IPO ആയിരിക്കാം ബിഗ്ഗസ്റ്റ് IPO ആയിട്ട് വരാൻ പോകുന്നത്. ജിയോ പ്ലാറ്റ്ഫോം ആയിരിക്കും ബിഗ്ഗസ്റ്റ് IPO എന്നാണ് റിലയൻസ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് യൂഫോറിയ വെച്ച് നോക്കുകയാണെങ്കിൽ NSEയുടെ IPO ആയിരിക്കാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. എന്നിരുന്നാലും ജിയോ പ്ലാറ്റ്ഫോം നല്ലൊരു IPO ആണ്. അപ്പോൾ ഈ IPOs ഒക്കെ വരികയാണ്. ഡേറ്റുകളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഒഫീഷ്യലി IPO പ്രൈസിങ്ങും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവന്റുകളൊക്കെയാണ് മാർക്കറ്റിലുള്ളത്. തീർച്ചയായിട്ടും ധാരാളം IPOs വരുന്നു. ധാരാളം ആക്ടിവിറ്റീസ് കൂടാൻ പോവുകയാണ്. സെബിയുടെ ഭാഗത്തുനിന്ന് ലോങ് ടേം കോൺട്രാക്റ്റുകളുടെ എണ്ണം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ കൂട്ടണോ എന്നുള്ള കാര്യം ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ 1, 2, 3 മാസങ്ങളിലേക്കുള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളും ഓപ്ഷൻസ് കോൺട്രാക്റ്റുകളിലാണ് സ്റ്റോക്കുകളിലുള്ളത്. അതേസമയം ഇൻഡെക്സിൽ നമുക്കിപ്പോൾ 6 മാസത്തെ വെച്ചിട്ട് 5 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റുകൾ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. അതായത് നിഫ്റ്റി ഓപ്ഷൻസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റോക്കുകളിലും ഇത്തരത്തിലുള്ള ലോങ് റേഞ്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള കാര്യം സെബി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ധാരാളം റിഫോം മെഷേഴ്സ് സെബിയും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് ഗുഡ് ഡേയ്സ് ആണ് ഹെഡ്. നമ്മൾ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മറ്റ് എമർജിംഗ് മാർക്കറ്റുകളുടെ വാല്യുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബെറ്റർ പ്ലേസ്ഡാണ് ഫോർ എ ബെറ്റർ റാലിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഗ്ലോബൽ മാർക്കറ്റുകൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റായിരിക്കും ഒരുപക്ഷെ എമർജിംഗ് മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റായിട്ട് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള എക്കണോമിക് ഡാറ്റകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ടാക്സ് റിലേറ്റഡ് ഡാറ്റകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് പെർഫോമൻസ് Q1 ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻ ആവുകയാണെങ്കിൽ ജൂൺ മാസം ആദ്യത്തെ ക്വാർട്ടറിന്റെ അവസാനത്തെ മന്താണ്. അതുകൊണ്ട് തന്നെ ജൂൺ എൻഡോട് കൂടിയിട്ട് സാധാരണ രീതിയിൽ നമ്മുടെ മാർക്കറ്റ് റിക്കവർ ചെയ്യാറാണ് പതിവ് മുമ്പൊക്കെ. അത്തരത്തിലുള്ള റിക്കവറിയും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.